ഞെട്ടിക്കുന്ന ചില വെളിപ്പെടുത്തലുകൾ അമേരിക്കയുടെ രഹസ്യാന്വേഷണ ഏജൻസിയുടെ മുൻ ഏജന്റായിരുന്ന CIA ഉദ്യോഗസ്ഥനായിരുന്ന ജോൺ കിറിയാക്ക് ഇപ്പോൾ നടത്തിയിരിക്കുകയാണ്. അതിനകത്ത് വളരെ വളരെ പ്രധാനപ്പെട്ട കുറെ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുന്നുണ്ട്. പാകിസ്ഥാൻ ഇന്ത്യയോടുള്ള ഏതെങ്കിലും ഒരു പരമ്പരാഗത യുദ്ധത്തിൽ ഒരിക്കലും ജയിക്കുകയില്ല എന്നുള്ളതാണ് അദ്ദേഹം ആദ്യമായിട്ട് പറഞ്ഞത്. പാകിസ്ഥാനിൽ അടക്കം പ്രവർത്തിച്ചിട്ടുള്ള ഒരു CIA ഏജന്റാണ് ഇദ്ദേഹം. വർഷങ്ങളോളം അമേരിക്കയ്ക്ക് വേണ്ടി ചാരപ്രവൃത്തിയിൽ ഏർപ്പെട്ടയാളാണ് ജോൺ കിറിയാക്ക്. അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലുകൾ വളരെ വളരെ പ്രധാനമാണ്. 2001 ഇന്ത്യൻ പാർലമെന്റ് ആക്രമണത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും വലിയൊരു യുദ്ധത്തിലേക്ക് പോകുമെന്നാണ് CIA കരുതിയിരുന്നത് എന്ന് അദ്ദേഹം വെളിപ്പെടുത്തുന്നുണ്ട്. അത്തരത്തിൽ ചടുലമായ നീക്കങ്ങൾ ഇന്ത്യ അന്ന് നടത്തിയിരുന്നുവെന്നും അന്നും ഒരു യുദ്ധം നടന്നാൽ ഇന്ത്യയോട് ജയിക്കാനുള്ള ശേഷി പാകിസ്ഥാന് ഉണ്ടായിരുന്നില്ല. ഒരു കാലത്തും ഇന്ത്യയെ ഒരു പരമ്പരാഗത യുദ്ധത്തിൽ പരാജയപ്പെടുത്താൻ പാകിസ്ഥാന് കഴിയുകയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. 15 വർഷമായിട്ട് CIA സേവനം ചെയ്ത ജോൺ കിറിയാക്ക് അദ്ദേഹം ഈ പാകിസ്ഥാനിലെ അമേരിക്കയുടെ തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങളെ നയിച്ച ഒരു വ്യക്തി കൂടിയാണ്. ആ കാലഘട്ടത്തിൽ ഇസ്ലാമാബാദും വാഷിംഗ്ടണും തമ്മിലുള്ള ബന്ധങ്ങളെ കൃത്യമായി മനസ്സിലാക്കുവാനും അതിന്റെ ഇടയിൽ നിന്ന് പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്ത ഒരാളാണ്. അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലുകളിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം ഇദ്ദേഹം പറയുന്നത്, ഇദ്ദേഹം ഇസ്ലാമാബാദില് അമേരിക്കയുടെ ഏജന്റായിട്ട് വർക്ക് ചെയ്തിരുന്ന സമയത്ത് ഈ പാകിസ്ഥാന്റെ ആണവായുധത്തിന്റെ നിയന്ത്രണം പെന്റഗണിന്റെ കൈവശമായിരുന്നു എന്നാണ്. നമുക്കിപ്പോഴും സംശയമുണ്ട് പാകിസ്ഥാന്റെ ആണവായുധങ്ങളുടെ നിയന്ത്രണം അമേരിക്കയുടെ കയ്യിൽ തന്നെയാണോ എന്ന്. ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു കാര്യം കൂടി വെളിപ്പെടുത്തിയിട്ടുണ്ട്. പാകിസ്ഥാൻ ആണവായുധം നിർമ്മിക്കാനായിട്ട് പരിശ്രമിച്ചിരുന്ന കാലഘട്ടം AQ ഖാൻ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് അതിനു വേണ്ടിയിട്ട് മുൻകൈ എടുത്തത്. പാകിസ്ഥാന്റെ ആണവ പ്രോഗ്രാമിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതൊക്കെ ഈ AQ ഖാനാണ്. അപ്പൊ AQ ഖാനെ വധിക്കാനായിട്ട് US ഒരു ശ്രമം നടത്തുന്നുണ്ട്. എന്ന് വെച്ചാൽ US അതിനായിട്ട് ആലോചിച്ച സമയത്ത് അന്ന് അയാളെ വധിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കയുടെ മുമ്പിലേക്ക് എത്തിയത് സൗദി അറേബ്യ ആയിരുന്നു. നമ്മൾ പല റൂമറുകളും കേട്ടിട്ടുണ്ട്. ഈ പാകിസ്ഥാന്റെ ആണവ പരീക്ഷണമുണ്ടല്ലോ, അതിനെല്ലാ പിന്തുണയും ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതായത് സൗദി അറേബ്യ മാത്രമല്ല, ഇസ്ലാമിക രാഷ്ട്രങ്ങളെല്ലാം തന്നെ പാകിസ്ഥാനെ പിന്തുണച്ചിട്ടുണ്ട്. കാരണം പാകിസ്ഥാൻ എങ്കിലും ആണവായുധം കണ്ടുപിടിക്കട്ടെ എന്ന് അവർ ആഗ്രഹിച്ചു. അത് ഒരു ഇസ്ലാമിക രാജ്യമെന്ന നിലയ്ക്ക് കൂടിയാണ്. കാരണം ഇസ്ലാമിക രാജ്യങ്ങളുടെ കൈവശം ഒന്നും തന്നെ ആ സമയത്ത് ആണവായുധം ഉണ്ടായിരുന്നില്ല. ഇന്ത്യയും ആണവായുധം കണ്ടുപിടിച്ചു. അപ്പൊ ഇന്ത്യയോട് എപ്പോൾ വേണമെങ്കിലും യുദ്ധത്തിൽ പരാജയപ്പെടാമെന്നൊരു അവസ്ഥ പാകിസ്ഥാൻ ഉണ്ടായിരുന്നു. ഇന്ത്യ കാശ്മീർ തിരിച്ചു പിടിക്കുമോ എന്നുള്ള ഭയം ഉണ്ടായിരുന്നു. ഈ അവസരത്തിൽ പാകിസ്ഥാൻ ആണവായുധം നിർമ്മിച്ച് അവരുടെ സുരക്ഷയും ഇസ്ലാമിക രാജ്യങ്ങളുടെ സുരക്ഷയും ഉറപ്പുവരുത്തട്ടെ എന്ന് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ആഗ്രഹിച്ചിരുന്നു. ഇതിനു വേണ്ടിയിട്ട് ഗൾഫ് രാജ്യങ്ങൾ വലിയ തോതിൽ ഫണ്ട് ഈ പാകിസ്ഥാന് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്നപ്പോഴൊക്കെ ഗൾഫ് രാജ്യങ്ങളും ഇസ്ലാമിക രാജ്യങ്ങളും പാകിസ്ഥാനെ മാത്രമാണ് പിന്തുണച്ചിരുന്നത്. അതാണ് ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. ഇതിനകത്ത് ഒരു കാര്യം പ്രത്യേകം നമ്മൾ ഓർക്കണം. സോകോൾഡ് ഇസ്ലാമിക രാഷ്ട്രങ്ങളിലുള്ള മുസ്ലിങ്ങളെക്കാൾ കൂടുതൽ ഇന്ത്യയിലുണ്ട് മുസ്ലിങ്ങൾ. ഇന്ത്യയിൽ സൗദി അറേബ്യയിലോ അല്ലെങ്കിൽ ഏതൊരു ഗൾഫ് രാജ്യത്തും ഉള്ളതിനേക്കാൾ കൂടുതൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർ നമ്മുടെ രാജ്യത്തുണ്ട്. മുസ്ലിം മതവിശ്വാസികൾ ഈ രാജ്യത്തുണ്ട്. അപ്പോ ഈ മതത്തിന്റെ പേരിൽ ഇവർ പാകിസ്ഥാനെ സഹായിക്കാനുള്ള ഏക കാരണം പാകിസ്ഥാൻ പൂർണ്ണമായും ഒരു ഇസ്ലാമിക രാഷ്ട്രമായതുകൊണ്ടാണ്. ഒരുപക്ഷെ പാകിസ്ഥാനിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ ഇസ്ലാം മത വിശ്വാസികൾ ഉള്ളൊരു രാജ്യമാണ് ഇന്ത്യ. ആ ഇന്ത്യയോടുള്ള അവരുടെ സമീപനം കൂടിയാണ് ഈ വെളിപ്പെടുത്തലുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് സൗദി അറേബ്യ ആണ് പാകിസ്ഥാന് ആണവായുധം നിർമ്മിക്കാൻ വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തത്. സൗദി അറേബ്യ അമേരിക്കയോട് റിക്വസ്റ്റ് ചെയ്തു, AQ ഖാനെ നിങ്ങൾ വധിക്കരുത്. ഒരുപക്ഷെ അതിന് പകരമായിട്ട് പല ഓഫറുകളും സൗദി അറേബ്യ അമേരിക്കയ്ക്ക് കൊടുത്തു കാണാം. ജോൺ കിറിയാക്ക് പറഞ്ഞത് ഇങ്ങനെയാണ്: നമ്മൾ ഇസ്രയേലിന്റെ രീതിയിൽ പോയെങ്കിൽ അവനെ കൊല്ലാമായിരുന്നു. അവൻ എവിടെ താമസിക്കുന്നു എന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു. പക്ഷേ സൗദികൾ പറഞ്ഞു അവനെ ഒന്നും ചെയ്യരുത്, ഞങ്ങൾ അവനോടൊപ്പം പ്രവർത്തിക്കുകയാണ്, അവനെ വെറുതെ വിടണം എന്ന് സൗദികൾ അമേരിക്കയോട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് അമേരിക്ക ആ സമയത്ത് AQ ഖാനെ വധിക്കാതെ വിട്ടത്. മാത്രമല്ല പാകിസ്ഥാൻ ആണവായുധം കണ്ടെത്തിയതിനോട് അടുപ്പിച്ച് അതിന്റെ നിയന്ത്രണം പെന്റഗൺ അവരുടെ കൈകളിൽ സ്വന്തമാക്കുകയും ചെയ്തിരുന്നു എന്നും ഇദ്ദേഹം വെളിപ്പെടുത്തുന്നുണ്ട്. അതായത് ഇപ്പോഴും പാകിസ്ഥാന്റെ ആണവായുധങ്ങളെ സംരക്ഷിക്കുന്നത് അമേരിക്കയാണോ എന്ന് നമുക്കറിയില്ല. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, അമേരിക്കയും പാകിസ്ഥാനും തമ്മിലുള്ളത് ഒരു അവിശുദ്ധ കൂട്ടുകെട്ടാണ്. ആ ഒരു ബന്ധം നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ കാണുന്നതിനേക്കാൾ വളരെ അതിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ബന്ധത്തിന് വലിയ ഒരു ഒരു ആഴത്തിലുള്ള ഒരു കണക്ഷൻ ഉണ്ട് എന്ന് കാണാൻ കഴിയും. കാരണം ഈ പാകിസ്ഥാൻ എന്ന് പറയുന്നത് നാറ്റോ മെമ്പേഴ്സ് അല്ലെങ്കിൽ അമേരിക്കയുടെ ക്ലോസ് ആയിട്ടുള്ള സഖ്യരാജ്യങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത സഖ്യരാജ്യമായിട്ടാണ് ഒരു കാലത്ത് അമേരിക്ക കണക്കാക്കിയിരുന്നത്. സോ അങ്ങനത്തെ ഒരു സ്പെഷ്യൽ ഒരു പൊസിഷനൊക്കെ പാകിസ്ഥാന് കൊടുത്തിരുന്നു. 2004
ഈ അമേരിക്ക പാകിസ്ഥാനെ അവരുടെ മേജർ നോൺ നാറ്റോ അലായി എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്ക് ഉൾപ്പെടുത്തി. എന്ന് വെച്ചാൽ ജപ്പാൻ, ഇസ്രയേൽ, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളുടെ അതേ സ്റ്റാറ്റസിലേക്ക് പാകിസ്ഥാനെ 2004 കൊണ്ടുവന്നിരുന്നു. നമ്മൾ മനസ്സിലാക്കണം അമേരിക്കയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം എത്രത്തോളം തീവ്രമാണെന്ന്. ഇന്ത്യ ഒരു ഘട്ടത്തിലും അത്തരം ഒരു സഖ്യത്തിലേക്ക് പോയിട്ടില്ല. ക്വാഡ് സഖ്യം പോലും നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു സൈനികമായ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല. അപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ടത് ഇന്ത്യ ഒരിക്കലും അമേരിക്കയുടെ ഒരു മേജർ നോൺ നാറ്റോ അലൈ അല്ല. എന്നാൽ പാകിസ്ഥാൻ 2004 അമേരിക്ക പാകിസ്ഥാന്റെ പൊസിഷനെ ആരോടൊപ്പമാണ് ഉയർത്തിയെന്ന് നമ്മൾ ആലോചിക്കണം. ജപ്പാൻ, ഇസ്രയേൽ, ഓസ്ട്രേലിയ. സോ അങ്ങനെ അമേരിക്ക പാകിസ്ഥാനെ ഉയർത്തണമെന്നുണ്ടെങ്കിൽ അത്രയും സ്വാധീനം പാകിസ്ഥാനിൽ അമേരിക്കയ്ക്ക് ഉണ്ടാവുകയും ചെയ്യും. അതിലൊരു ട്രസ്റ്റ് ഇഷ്യൂ വന്നത് നമുക്കറിയാവുന്ന രീതിയിലാണെങ്കിൽ 2011 ഒസാമ ബിൻ ലാദനെ വധിച്ചത് പാകിസ്ഥാൻ ഗവൺമെന്റ് അറിയാതെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു വിവാദം ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നില്ല. കാരണം അതൊക്കെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ള ഒരു നാടകമാണ്. ഈ പാകിസ്ഥാൻ മിലിറ്ററി അമേരിക്കയും ഒക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതെല്ലാം നടക്കുന്നത്. ഒസാമ ബിൻ ലാദനെ കുറെ കാലം അവർ പ്രൊട്ടക്ട് ചെയ്തു. തട്ടണം, പൊളിറ്റിക്കൽ ആവശ്യങ്ങൾക്കായിട്ട് തട്ടണമെന്ന് തോന്നിയപ്പോൾ ഇതേ പാകിസ്ഥാന്റെ സഹായത്തോടെ തന്നെ ചെയ്തു കാണും. പക്ഷെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് അത് ഞങ്ങളോട് പറയാതെയാണ് അമേരിക്ക ചെയ്തത് എന്ന് അവർ പറയാനേ സാധ്യതയുള്ളൂ. കാരണം അത്രയും വലിയ ബന്ധം ഇവർക്കിടയിൽ ഉണ്ട്. ഇപ്പൊ തന്നെ നോക്കൂ, ട്രംപ് വന്നതിന് ശേഷം എന്തൊരു ഊഷ്മളമായ ബന്ധമാണ് പാകിസ്ഥാനും അമേരിക്കയും തമ്മിൽ. അപ്പോൾ ആ ബന്ധം ഇടയ്ക്കൊന്ന് ശിഥിലമായി പോയിട്ടുണ്ടെങ്കിലും അത് എല്ലാ കാലത്തേക്കും അങ്ങനെ ആകണമെന്നൊന്നുമില്ല. പാകിസ്ഥാനെ അമേരിക്കയ്ക്ക് ആവശ്യമാണ്, ലോങ് ടേമിലേക്ക് ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് അമേരിക്ക അവരെ ഉപയോഗിക്കുക തന്നെ ചെയ്യും. പാകിസ്ഥാൻ രൂപീകൃതമായതിനു ശേഷം നമ്മൾ ഹിസ്റ്ററി പരിശോധിച്ചാൽ 1954 മ്യൂച്വൽ ഡിഫൻസ് അസിസ്റ്റൻസ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു എഗ്രിമെന്റ് ഒപ്പുവെച്ചിട്ടുണ്ട്. ഇതിലൂടെ അമേരിക്ക മിലിറ്ററി, എക്കണോമിക് അസിസ്റ്റൻസ് പാകിസ്ഥാന് കൊടുക്കും, എയ്ഡായിട്ടും മറ്റുമൊക്കെ സഹായമായിട്ടാണ്. അതായത് പാകിസ്ഥാന് ആയുധങ്ങളും അതുപോലെ മറ്റ് സാമ്പത്തിക സഹായങ്ങളും ഒക്കെ സൗജന്യമായിട്ട് 1954 എഗ്രിമെന്റോട് കൂടി കൊടുക്കാൻ അമേരിക്കയ്ക്ക് കഴിയുമായിരുന്നു. ആ കാലം മുതൽ തന്നെ പാകിസ്ഥാൻ അമേരിക്കയുടെ ഒരു മേജർ നോൺ നാറ്റോ അലൈ ആയിട്ട് മാറിയിരുന്നു. അഫ്ഗാൻ സോവിയറ്റ് യുദ്ധത്തിലൊക്കെ അതുകൊണ്ടാണ് പാകിസ്ഥാൻ അമേരിക്കയെ സഹായിച്ചത്. അതുപോലെ തന്നെ 2001-2011 വരെയുള്ള കാലഘട്ടത്തിലാണെങ്കിലും വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു സൗഹൃദം ഉണ്ടായിരുന്നു അമേരിക്കയും പാകിസ്ഥാനും തമ്മിൽ. ഒരു ഫ്രണ്ട് ലൈൻ അലൈ എന്ന രീതിയിലാണ് പാകിസ്ഥാനെ അമേരിക്ക ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. ഏകദേശം $20 ബില്യൺ എയ്ഡ് 2002-2011 ഇടയിൽ അമേരിക്ക പാകിസ്ഥാന് കൊടുത്തിട്ടുണ്ട്. അത് മിലിറ്ററി സഹായങ്ങളും മറ്റ് സാമ്പത്തിക സഹായങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട്. പാകിസ്ഥാന്റെ കയ്യിൽ എങ്ങനെയാണ് F-16 യുദ്ധവിമാനങ്ങൾ വന്നത് എന്ന് ആലോചിച്ച് നോക്കൂ. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഈ 2011 ശേഷം പാകിസ്ഥാൻ അമേരിക്ക ബന്ധത്തിൽ ചില അകൽച്ചകളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 2004 ഇവർ സൈൻ ചെയ്ത ഒരു എഗ്രിമെന്റ് ഉണ്ടല്ലോ, മേജർ നോൺ നാറ്റോ അലൈ സ്റ്റാറ്റസ്. ടെക്നിക്കലി അത് ഇപ്പോഴും ഹോൾഡ് ചെയ്യുന്നുണ്ട് പാകിസ്ഥാൻ. എന്ന് വെച്ചാൽ ഇസ്രയേലിനും ജപ്പാനും ഓസ്ട്രേലിയക്കും കൊടുക്കുന്ന അതേ ഇമ്പോർട്ടൻസ് അമേരിക്ക ഇപ്പോഴും പാകിസ്ഥാന് കൊടുക്കുന്നുണ്ട്. ചില അഭിപ്രായ വ്യത്യാസങ്ങളുടെയൊക്കെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങിയിട്ടുണ്ടാവാം, അകന്നിട്ടുണ്ടാവാം. ബട്ട് എനി ടൈം അത് അവർക്ക് വീണ്ടും പഴയതുപോലെ റീസ്റ്റോർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ട്രംപ് അതാണ് പ്രൂവ് ചെയ്തത്. ട്രംപിന്റെ ഫസ്റ്റ് ടേമിൽ പാകിസ്ഥാനെ ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളില്ല, പാകിസ്ഥാന് നമ്മൾ ഒരുപാട് സഹായം കൊടുത്തിട്ടുണ്ട്, തിരിച്ചു കിട്ടിയത് കുറെ നുണകളും വിശ്വാസവഞ്ചനയും മാത്രമാണെന്നാണ് ട്രംപ് പറഞ്ഞത്. എന്നാൽ അതേ ട്രംപ് ഇപ്പോഴത്തെ ടേമിൽ പാകിസ്ഥാന്റെ മിലിറ്ററി ചീഫിനെ വിളിച്ചു ചോറ് വാരി കൊടുക്കുകയാണ്, അല്ലെങ്കിൽ അവരുടെ പ്രധാനമന്ത്രിയെ വിളിച്ച് കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുകയാണ്. അപ്പോൾ അതിന്റെ അർത്ഥം ആ ഒരു നോൺ നാറ്റോ അലൈ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്, മേജർ നോൺ നാറ്റോ അലൈ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് സ്റ്റിൽ പാകിസ്ഥാൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ജപ്പാനും ഇസ്രയേലിനും ഓസ്ട്രേലിയയ്ക്കും തുല്യമായ ഒരു പദവി തന്നെയാണ് അമേരിക്കയുടെ മുമ്പിൽ പാകിസ്ഥാനും ഉള്ളത്. അതിനർത്ഥം പാകിസ്ഥാന്റെ ആണവ ആയുധങ്ങളിൽ ഉൾപ്പെടെ അമേരിക്കയ്ക്ക് ഒരു ഹോൾഡ് ഇപ്പോഴും ഉണ്ടെന്നാണ്. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അമേരിക്ക, പാകിസ്ഥാൻ, സൗദി അറേബ്യ ഈ രാജ്യങ്ങളൊക്കെ തമ്മിലൊരു അവിശുദ്ധ ബന്ധമുണ്ട്. 2004 ആ ഒരു ഊഷ്മള ബന്ധത്തിലേക്ക് ഇവരൊക്കെ മടങ്ങിപ്പോയിരിക്കുകയാണ്. ഇപ്പോഴത്തെ ആ ഒരു CIA ഉദ്യോഗസ്ഥന്റെ വെളിപ്പെടുത്തൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതാണ്. കാരണം സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു ഡിഫൻസ് എഗ്രിമെന്റ് സൈൻ ചെയ്യുന്നു. പാകിസ്ഥാനെ ആരെങ്കിലും ആക്രമിച്ചാൽ അത് നമ്മളെ ആക്രമിക്കുന്നതിന് തുല്യമാണെന്ന് സൗദിയും തിരിച്ച് പാകിസ്ഥാനും എഗ്രി ചെയ്യുന്നു. സോ ഇവിടെ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന് വെച്ചാൽ ഓപ്പറേഷൻ സിന്ദൂർ ഒരു വലിയ തിരിച്ചടിയാണ് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം. അടുത്തൊരു യുദ്ധം ഇന്ത്യയുമായിട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ പരാജയപ്പെടും എന്ന് അവർക്കറിയാം. വീണ്ടും പരാജയം താങ്ങാനുള്ള ശേഷി അവർക്കില്ല. ഇന്ത്യ കശ്മീർ അടക്കം പിടിച്ചെടുക്കുമോ എന്നുള്ള ഭയം അവർക്കുണ്ട്. അപ്പൊ അവിടെ ഇന്ത്യയുമായിട്ട് നല്ല ബന്ധമുള്ള സൗദി അറേബ്യ ഒരു മീഡിയേറ്ററായിട്ട് കൊണ്ടുവരാൻ ഈ ഒരു എഗ്രിമെന്റിലൂടെ അവർക്ക് കഴിയും. അപ്പൊ സൗദി ഇന്ത്യയുമായിട്ട് ഡിസ്കസ് ചെയ്യും, പാകിസ്ഥാനുമായിട്ട് ഡിസ്കസ് ചെയ്യും. ഇന്ത്യ ആക്രമിക്കാൻ വരുന്നതിന് പകരം സൗദിയുടെ ഒരു മേജർ റോള് വഹിച്ചു വരാനുള്ള ഒരു സാധ്യതയൊക്കെ കാണുന്നുണ്ട്. അതുപോലെ അമേരിക്കയുടെ പിന്തുണ ഇതിനെല്ലാം ഉണ്ട്. അപ്പൊ അമേരിക്ക പാകിസ്ഥാൻ ബന്ധം വീണ്ടും വളരെ ശക്തമായിട്ട് വരുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അതിന്റെ കാരണം ഇന്ത്യ ഒരു മേജർ പവറായിട്ട് മാറുന്നു.
ട്രംപ് വിചാരിച്ചത് ഈ പാകിസ്ഥാനെ സഖ്യമാക്കി നിർത്തുന്നതിന് പകരം ഇന്ത്യയെ അമേരിക്കയുടെ ഒരു സഖ്യമായിട്ട് മാറ്റാം, ഒരു സുഹൃത്താക്കി മാറ്റാം. എന്ന് വെച്ചാൽ ജപ്പാനും ഓസ്ട്രേലിയക്കും ഇസ്രായേലിനും ഒക്കെ കൊടുത്ത ആ ഒരു സ്പെഷ്യൽ സ്റ്റാറ്റസ്, മേജർ നോൺ നാറ്റോ അലൈ എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റസ് ഇന്ത്യക്ക് കൊടുത്തുകൊണ്ട് ഇന്ത്യയെ കാൽക്കീഴിൽ നിർത്താം. ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാർട്ണറാണ് ഇന്ത്യ. അമേരിക്ക എന്തിനു വിളിച്ചാലും കൂടെ നിൽക്കുന്ന ഒരു സ്ട്രോങ് ഒരാള് അല്ലെ, അങ്ങനത്തെ ഒരു രാജ്യം എന്ന നിലയ്ക്ക് ഇന്ത്യയെ കൂടെ നിർത്താമെന്നാണ് ട്രംപ് വിചാരിച്ചത്. ട്രംപിന്റെ ആദ്യത്തെ ടേമിൽ ട്രംപ് അങ്ങനെ കരുതിയിരുന്നെങ്കിലും പിന്നീട് ട്രംപിന് മനസ്സിലായി ഇന്ത്യ അങ്ങനെ വരില്ല. ഇന്ത്യ ഒരു ഇൻഡിപെൻഡന്റ് പവറായിട്ട് തുടരാനാണ് ആഗ്രഹിക്കുന്നത്. അതായത് പാകിസ്ഥാനെ കൂടെ നിർത്തിയതുപോലെ ഇന്ത്യയെ നിർത്താൻ പറ്റില്ല. എല്ലാ വിഷയങ്ങളിലും ഇന്ത്യ അമേരിക്കയെ സപ്പോർട്ട് ചെയ്യില്ല. അതിപ്പോൾ റഷ്യയുടെ കാര്യം വരുമ്പോഴും മറ്റ് പല വിഷയങ്ങളിലും ഇന്ത്യക്ക് ഇന്ത്യയുടേതായ നിലപാടുണ്ട്. എന്നാൽ പാകിസ്ഥാൻ അങ്ങനെയല്ല. പാകിസ്ഥാൻ അമേരിക്ക എന്ത് പറഞ്ഞാലും ചെയ്യാൻ തയ്യാറാണ്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ട്രംപിന്റെ മുമ്പിൽ ഒരു ചോദ്യം വരും. സഖ്യമായിട്ട് നിർത്തണമെങ്കിൽ അമേരിക്ക പറയുന്നതൊക്കെ അനുസരിക്കണം. ഇപ്പോൾ ഓസ്ട്രേലിയ അനുസരിക്കും, ഇസ്രായേൽ അനുസരിക്കും, ജപ്പാൻ അനുസരിക്കും, ഇന്ത്യ അനുസരിക്കില്ല. ഈ ട്രംപ് ക്വാഡ് ഉണ്ടാക്കിയത് തന്നെ ശ്രദ്ധിക്കൂ. അവരുടെ മെയിനായിട്ടും ഈ ഓസ്ട്രേലിയയും ജപ്പാനും എന്ന് പറയുന്നത് അമേരിക്കയുടെ ഈ നോൺ നാറ്റോ അലയാണ്. ഇപ്പൊ ഇന്ത്യയും ആ ഒരു തൊഴുത്തിൽ കൊണ്ട് കെട്ടാൻ ട്രംപ് ആഗ്രഹിച്ചിരുന്നു. അത് നടക്കുന്നില്ല. അപ്പോൾ വീണ്ടും അവരെന്ത് ചെയ്തു, ആ പഴയ പാകിസ്ഥാൻ തന്നെ മതി ഇന്ത്യ അപേക്ഷിച്ച്. അപ്പോൾ പാകിസ്ഥാൻ ആണെങ്കിൽ ഇന്ത്യയുടെ അത്ര ശക്തമൊന്നും അല്ലെങ്കിലും ജിയോഗ്രഫിക്കലി നോക്കിയാൽ അവരിയ്ക്കുന്ന ആ രാജ്യത്തിന്റെ പൊസിഷൻ വളരെ അഡ്വാൻറ്റേജ് ഉള്ളതാണ്. അപ്പോൾ അവരെ ആകുമ്പോൾ അമേരിക്കയ്ക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. നാളെ ഇന്ത്യ ഒരു ത്രെട്ടായിട്ട് വന്നാൽ ഇന്ത്യക്കെതിരെയും ഉപയോഗിക്കാൻ പറ്റും. സോ ഇന്ത്യ ഒരു ഇൻഡിപെൻഡന്റ് പവറായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നത് തന്നെയാണ് തങ്ങൾക്ക് നല്ലത് എന്നൊരു വിലയിരുത്തലിലേക്ക് അമേരിക്ക എത്തിയത് കൊണ്ട് കൂടിയാണ് ട്രംപ് പാകിസ്ഥാനുമായിട്ട് കൂടുതൽ അടുക്കാനായിട്ട് ശ്രമിച്ചത്. അപ്പൊ എന്തായാലും ഒരുപാട് നിഗൂഢതകൾ ഈ ലോകത്ത് ഇതുപോലെയുണ്ട്. ഇങ്ങനെ പലതും മറനീക്കി പുറത്തു വന്നുകൊണ്ട് തന്നെ ഇരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.